നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. BJP-യോടുള്ള ഭീതി മൂലം പിണക്കങ്ങളെല്ലാം മറന്ന് താക്കറെ കുടുംബം ഒരുമിക്കുകയാണ്. ബാൽ താക്കറെയുടെ മകനും ശിവസേനാ നേതാവുമായ ഉദ്ധവ് താക്കറെയും ബാൽ താക്കറെയുടെ മരുമകനും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ സ്ഥാപക നേതാവുമായ രാജ് താക്കറെയും ഇപ്പോൾ തങ്ങളുടെ പടലപ്പിണക്കങ്ങളും കുടിപ്പകകളുമെല്ലാം മാറ്റിവെച്ച് ഒരുമിക്കാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ 23 വർഷമായി ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയും മരുമകൻ രാജ് താക്കറെയും രണ്ടറ്റങ്ങളിൽ നിന്നായി പരസ്പരം പൊരുതുകയായിരുന്നു. ഇനി അങ്ങനെ പൊരുതിക്കൊണ്ടിരുന്നാൽ BJP തങ്ങളെ തൂത്തുവാരി കടലിലെറിയുമെന്ന് മനസ്സിലായതോടെയാണ് പിണക്കങ്ങളെല്ലാം മറന്ന് ഉദ്ധവ് രാജ് താക്കറെമാർ ഒരുമിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയെ ശിവസേനയിൽ ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ ശിവസേന നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഘടകകക്ഷിയാക്കുകയോ ചെയ്യാമെന്നാണ് ഇപ്പോൾ രാജ് താക്കറെ പറയുന്നത്. കാരണം ഒരു കാലത്ത് ശിവസേനയ്ക്ക് പിന്നിൽ രണ്ടാം കക്ഷിയായി നിന്ന BJP ഇപ്പോൾ മഹാരാഷ്ട്രയാകെ അടക്കി ഭരിക്കുകയാണ്. ഇനി ശിവസേനയൊന്നും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് മഹാരാഷ്ട്ര ഭരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ BJP മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ BJP-യെ ചെറുത്തില്ലെങ്കിൽ ശിവസേന എന്ന രാഷ്ട്രീയ കക്ഷി തന്നെ ഇല്ലാതാകുമെന്നും താക്കറെ കുടുംബത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി മഹാരാഷ്ട്രയിൽ അസ്തമിക്കുമെന്നും മനസ്സിലായപ്പോഴാണ് പിണങ്ങിപ്പിരിഞ്ഞു നിന്നിരുന്ന ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരുമിക്കാൻ തയ്യാറായത്. ഈ ഒരുമിക്കൽ അവിടെ ശിവസേനയ്ക്ക് പുതിയ മുഖവും പുതിയ ഭാവിയും പുതിയ ആത്മവിശ്വാസവും നൽകുമെന്നാണ് സൂചന. സാധാരണഗതിയിൽ ശിവസേന എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര പ്രൈഡ് അല്ലെങ്കിൽ മറാത്ത അഭിമാനത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുന്നവരാണ്. മറാത്ത പൊളിറ്റിക്സ്, മറാത്ത അഭിമാനം, മറാത്ത വംശീയത, ഇതാണ് ശിവസേനയുടെ എക്കാലത്തെയും മുഖമുദ്ര. എന്നാൽ BJP കടന്നു വന്നതോടെ മറാത്ത ആത്മാഭിമാനത്തെ ഹിന്ദുത്വ വെച്ച് ചെക്ക് വയ്ക്കാൻ BJP കഴിഞ്ഞു. മറാത്ത അഭിമാനത്തിന് മുകളിൽ ഹിന്ദുത്വ വിജയം കൈവരിച്ചതോടെ ശിവസേന മൂലകളിലേക്ക് ഒതുങ്ങുകയും BJP അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു. ഇതോടെ ശിവസേനയുടെ ഭാവി ചോദ്യചിഹ്നമായി. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായി ഉണ്ടാക്കിയ രാജ് താക്കറെ ആകട്ടെ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതായി തീരുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്ന ഉദ്ധവ് താക്കറെക്ക് ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തി പോലുമില്ല. അങ്ങനെ വന്നപ്പോഴാണ് BJP-യുടെ ഹിന്ദുത്വക്കെതിരെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ മറാത്ത ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നിക്കാൻ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും തീരുമാനിച്ചത്. മുംബൈയിലുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള വ്യവസായങ്ങളെല്ലാം ഗുജറാത്തിലേക്ക് BJP കൊണ്ടുപോകുന്നുവെന്ന ആരോപണമാണ് ഇവർ ആദ്യമായി ഉയർത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മറാത്ത ഭാഷയെ രണ്ടാംകിട ഭാഷയാക്കി ഹിന്ദിക്ക് മഹാരാഷ്ട്രയിൽ പ്രാമുഖ്യം നൽകുന്നു എന്നുള്ള ആരോപണവും അവർ ഉയർത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ 1960-കളിൽ ശിവസേന രൂപപ്പെട്ടത് മറാത്ത ആത്മാഭിമാനത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു. അതേ തന്ത്രം വീണ്ടും എടുത്തുകൊണ്ട് BJP-യെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ശ്രമിക്കുന്നത്. ഈ രണ്ട് താക്കറെമാരും ഒരുമിച്ച് ചേർന്ന് ഒറ്റ പാർട്ടിയായി കോൺഗ്രസിന്റെയും NCPC-യുടെയും സഹായത്തോടെ BJP-യെ നേരിടുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ BJP മഹാരാഷ്ട്രയിൽ വെള്ളം കുടിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് താക്കറെമാരും ഒരുമിക്കാൻ ശ്രമിക്കുന്നത്. BJP-യെ നേരിടാൻ മഹാരാഷ്ട്ര ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ കഴിയുള്ളൂ എന്ന് രണ്ട് താക്കറെമാർക്കും മനസ്സിലായി. അതല്ലെങ്കിൽ ഹിന്ദുത്വ ഉപയോഗിച്ച് മഹാരാഷ്ട്ര അഭിമാനത്തെ അവർ തുടച്ചു നീക്കുമെന്നും അതുവഴി BJP-യുടെ ഏകാധിപത്യമായിരിക്കും മഹാരാഷ്ട്രയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും രണ്ട് താക്കറെമാരും അല്പം വൈകിയാണെങ്കിലും മനസ്സിലാക്കി. ഇതോടെയാണ് ഒരുമിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. NCP നേതാവ് ശരത് പവാറിന്റെ പിന്തുണയും ഈ രണ്ട് താക്കറെമാരുടെയും ഒരുമിക്കലിന് പിന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആശീർവാദവും ഈ ഒരുമിപ്പിക്കലിന് പിന്നിലുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, BJP-യെ ശിവസേന നന്നായി ഭയക്കുന്നുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസിനെ പോലൊരു നേതാവ് ഇനിയും അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നാൽ ശിവസേനയുടെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനെന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാ വൈരാഗ്യങ്ങളും പിണക്കങ്ങളും മറന്ന് രാജ് ഉദ്ധവ് താക്കറെമാർ ഒരുമിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനായുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ അവർ നടത്തി കഴിഞ്ഞു. വരുന്ന മാസം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം രണ്ടുപേരും കൂടെ മാധ്യമ സമ്മേളനത്തിൽ പറയുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും BJP-യെ നേരിടാൻ ഇനി വശം തിരിഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ലെന്നും താക്കറെ കുടുംബം ഒരുമിച്ച് നിൽക്കണമെന്നും അതോടൊപ്പം NCP-യുടെയും കോൺഗ്രസിന്റെയും പിന്തുണ ഉറപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ ഉദ്ധവ് രാജ് താക്കറെമാർ ആഗ്രഹിക്കുന്നത്. അതുവഴിയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്.